മയക്കുമരുന്ന് ഗുണ്ടകളാണ് ആ പിള്ളേരെ ഇടിച്ചേക്കുന്നത്. ഒരുത്തിന് ഓടുന്നുണ്ട് പയ്യൻ, അവരെ ഷർട്ട് ഊരി പോയിട്ട് അവൻ ഓടുക, ഓടിച്ചിട്ട് പുറകെ അടിച്ചു വീഴുക. ഇവരൊക്കെ ഇറങ്ങിയാണെങ്കിൽ ഇടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഉള്ള കാര്യം തുറന്നു പറയാം. ഞങ്ങളിവിടെ അതിനെ സംഘടിപ്പിച്ചിരിക്കണേന്ന്. ഭയങ്കര മോശം പരിപാടിയോ ഞാൻ വെച്ചേക്കരുത്. മദ്യമൊന്നുമല്ല, ഒരു ഭയങ്കര ഡ്രഗ്സിന്റെ ഇതാണിത്. വലിയ മാഫികളായിരിക്കും അതിനകത്ത്. ശരിക്കും പറഞ്ഞ ഇമാരൊക്കെ ഇല്ലേ, ഒരു ഇത് ചെയ്യണമെങ്കിൽ കോടതിയിൽ തന്നെ അപ്പം തന്നെ ഇല്ലേ തൂക്കിയാങ്ങൾ പോലും. ഇമാരൊക്കെ നേരിട്ടിറങ്ങി സാധാരണ ഇവിടെ ഈ പോലീസ് സ്റ്റേഷൻ പോലെ ആൾ ഇവർക്കൊന്നും സാധിക്കില്ല. ഇവരും കുടുംബമായിട്ട് ജീവിക്കണല്ലേ. നമ്മൾ തന്നെ നേരിട്ട് ഇറങ്ങിയാലേ ഇവനൊക്കെ ഒതുക്കാൻ പറ്റുള്ളൂ. നാളെ അവൻ കോടതിയിൽ അവന് പണം കെട്ടി വെച്ച് അവനെ ജാമ്യത്തിലേക്ക് കൊണ്ടുപോകും. മറ്റൊന്നും അവൻ ഇതിലും വലിയ അഭ്യാസം കാണിക്കും. ഇതല്ലേ നടക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള നടക്കുന്നുണ്ട് ഒന്നുമില്ല. അത് ക്രൂരമായൊരു മർദ്ദനമാണ്. ഈ മർദ്ദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും ഗുണ്ടകൾ, മയക്കുമരുന്ന് ഗുണ്ടകളാണ് ആ പിള്ളേരെ ഇടിച്ചേക്കണത്. അതായത് രണ്ട് പിള്ളേർ നടന്നു പോകുമ്പോഴത്തേക്കും നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ പുള്ളിക്കാരൻ്റെ വാപ്പ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ കോളനിയിലുള്ള നമ്മുടെ ഒരു അംഗൻവാടി ടീച്ചറുടെ മകനാണ്. എങ്ങനെ നമ്മൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റും? അത് ഏറ്റവും വലിയ ദുസ്സഹനീയമായ ഒരു സാഹചര്യമാണ് അത് ഉണ്ടായേക്കണത്. പക്ഷേ ഇതിപ്പോൾ പുതിയ സർക്കാർ വന്നിട്ട് 2 മാസമായുള്ളൂ. നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൂഫാൻ പരിപാടി വന്നേക്കണത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ആൾക്കാർ കുറച്ച് കാലഘട്ടം മുമ്പ് ഇതുപോലൊരു പെരുമാറ്റം ഉണ്ടായിരുന്നെച്ചെങ്കിൽ ഈ ഇതുപോലുള്ളൊരു വിഷയം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ റോട്ടിൽ കൂടി ഒന്ന് പോവുകയാണെങ്കിൽ വണ്ടിക്കൊന്ന് സൈഡ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് സൈഡ് കയറിയില്ല എന്ന് പറഞ്ഞാൽ അപ്പം ഇടിയാണ്. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഇത് നമ്മൾ ഭരണകൂടം, അതായത് നമ്മുടെ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ ഇങ്ങനെയുള്ള ടീമൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇത് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പാവപ്പെട്ട ഇപ്പം എനിക്ക് 2 പെൺപിള്ളേരാണ്. ഈ പെൺപിള്ളേർ റോട്ടിൽ പിടിക്ക് പോകുമ്പോഴേക്കും കമൻ്റ് അടി ഭയങ്കരമാണ്. നേരത്തേലും കൂടുതലാണിത്. ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം പിറ്റേ ദിവസം ഇപ്പം നമ്മളോട് വന്നിട്ട് ചിലപ്പോൾ മാപ്പ് പറയും, അല്ലെങ്കിൽ നമ്മൾ മെമ്പറെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ജീവിക്കാനുള്ളത്, മനുഷ്യന് ജീവിക്കാനും ഇവിടെ സ്വസ്ഥമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഭരണകൂടം നമ്മുടെ കേരളത്തിലുണ്ടാകണം. അത് ഏറ്റവും ശക്തമായ രീതിയിൽ ഈ മന്ത്രിസഭ അത് നടത്തണം എന്ന് എനിക്ക് പറയണം. ഇപ്പം ഇത് ക്രൂരമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ക്രൂരമാണ്. 2 പിള്ളേരെ ഇടിച്ച് നശിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ അച്ഛനും അമ്മയും ഇവരെ വളർത്തി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇവർ പ്രായമാകുമ്പോൾ ആ പിള്ളേർ എന്തെങ്കിലും പണിയെടുത്തിട്ട് ആ തള്ളേനെ തന്തേനെയും ജീവിപ്പിക്കാൻ വേണ്ടി ചെയ്യണ്ടേ. അതല്ലേ ഒരു മര്യാദ. ഈ വന്ന കച്ചറ കൊണ്ട് ഇപ്പം ഞങ്ങളിവിടെ ഇവരൊക്കെ ഇറങ്ങിയാണെങ്കിൽ ഇടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഉള്ള കാര്യം തുറന്നു പറയാം. ഞങ്ങളിവിടെ അതിനെ സംഘടിപ്പിച്ചിരിക്കണേന്ന്. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ ജയിലിലോട്ട് പോകണം. അപ്പോൾ നമ്മുടെ വീട് പട്ടിണിയാവും. അതും നമ്മൾ ആലോചിക്കണം. എല്ലാം നമ്മൾ ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം. അതാണ് ഞെട്ടിച്ച സംഭവമായി. നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം എഴുന്നേറ്റ് വന്ന് ആ ഒരു മറയിപ്പ് കഴിഞ്ഞ് വന്ന് എഴുന്നേറ്റ് അടുത്തടിയാണ് പുറകാലിന്. അത് വീണ്ടും മറിഞ്ഞ് വീഴണം. അതൊക്കെ നമ്മൾ ശരിക്കും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ലാൽ സാറിനെ, സുരേഷ് ഗോപി സാറിനെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. ഇത് എന്നിട്ട് അന്ന് പോയവർ വീണ്ടും ഇറങ്ങി വന്നിട്ട് വീണ്ടും അടിക്കുക. ഒരുത്തിന് ഓടുന്നുണ്ട് പയ്യൻ, അവനെ ഷർട്ട് ഊരി പോയിട്ട് അവൻ ഓടുക, ഓടിച്ചിട്ട് പുറകെ അടിച്ച് വീഴ്ത്താം. കണ്ടിട്ട് നമുക്ക് തന്നെ പേടിയായിട്ടുള്ള. കാരണം നമ്മളിവിടെ ജീവിക്കുന്ന ആൾക്കാരല്ലേ. കാരണം എന്ത് മരുന്നടിച്ചാലും ഇങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യനെ. എന്തോ ആയിക്കോട്ടെ, കഞ്ചാവ് അടിച്ചോടെ വെള്ളം അടിച്ച് എന്തോ ഞാൻ ഉടനടിക്കുന്ന ആൾക്കാരാണ്. പറ്റും, ഒരിക്കലും പറ്റില്ല. ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാനേ പറ്റില്ല. സത്യം പറഞ്ഞു അവരൊക്കെ ശരിക്കും ജനലിലൊക്കെ ഇറക്കി പറഞ്ഞ ഇങ്ങോട്ട് ഇറക്കി പറയണം, കൊടുക്കണം അങ്ങോട്ട്. അപ്പോൾ ആ വേദന മനസ്സിലാവും. പുറംകാലം കാല് നടത്തി ഷൂട്ട് അടിച്ച് കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന അവസ്ഥ ആലോചിച്ച് നമ്മൾ വെറുതെ ഒരടി അടിച്ചാൽ തന്നെ നമുക്ക് പൊള്ളി പിടിക്കും. ഷൂട്ട് അടിക്കുമ്പോൾ ആലോചിച്ച് നോക്കി. അത് കിടക്കണവൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണു പറഞ്ഞ് എനിക്ക് അടുത്തടിയാണ്. ചെള്ളം മൊത്തം അടിക്കണം. അങ്ങനെ തന്നെ പറഞ്ഞു ആ ചെള്ളിലേക്ക് വീണ ചെയ്യണം. വെട്ടുകൊണ്ട് വീണ പോലെ വീണം. എൻ്റെ പൊന്നോ ഒന്നും കഴിക്കാൻ പറ്റില്ല. കണ്ടിട്ട് നമുക്ക് തന്നെ മരവിച്ച് പോയി. വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയാണല്ലോ അത്. ഒരാളെ ഇടിക്കുന്നതിലൊരു മര്യാദ ഉണ്ടല്ലോ. അത് ആ മര്യാദയും വിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കൊല്ലുന്ന രീതിയിലേക്കുള്ള ഒരവസ്ഥ വന്നില്ലേ. അത് വളരെ വിഷമം, സഹിക്കാൻ പറ്റില്ല. എങ്ങനെ നമുക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റും? രാത്രി 2 മണിക്ക് ശേഷം സംഭവിച്ച ഈ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാനൊക്കെ ശനിയാഴ്ച വൈകുന്നേരമൊക്കെയാണ്. ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് ഉറങ്ങുന്നതിന് മുമ്പ് രാത്രിയൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്ന് കിടക്കും. ഇത് കല്യാണം കഴിഞ്ഞ് പിള്ളേർ പോയതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇവർ വളരെ ആസൂത്രിതമായിട്ട് ചെയ്താണത്. ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് കണ്ടാൽ സഹിക്കില്ല. പിന്നെ ഭയങ്കര സംഭവമല്ലേ. 3 നിരവധിയായ മക്കളെ തല്ലാന്ന് വെച്ചാൽ നടക്കണം പോകണോ, ഒരടിയൊക്കെ അടിച്ചോട്ട് വിടുക. നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഭയങ്കര മോശം പരിപാടിയാണ്. ഞാൻ വെച്ചേക്കരുത്. ന്യൂസ് കണ്ടപ്പോഴാണ് മനസ്സിലായത്
അത് ഭയങ്കര സംഭവം തന്നെയാണ്. ശരിക്കും ഒരു മയക്കുമരുന്നാണോ എന്നുള്ളൊരു സംശയം പോലും ഉണ്ട്. രാത്രിയിൽ വന്നിങ്ങനെ നിർദ്ധരായ ആളുകൾ സാധാരണക്കാരനെ അടിച്ചു വീഴ്ത്തുന്ന ഒരു രീതി നോർമലായ ഒരു മനുഷ്യൻ ചെയ്യുന്ന ചെയ്തല്ല, തീർച്ചയായിട്ടും അതൊരു വളരെ മൃഗീയമായിട്ടുള്ളൊരു ഇതായി. മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ ലഹരിയാണോ, അതായിരിക്കും അങ്ങനെ സംഭവിച്ചേക്കണമെന്ന് തോന്നുന്നു. ഏതായാലും പോലീസ് ആക്ഷൻ എടുക്കട്ടെ. വളരെ മൃഗീയമായ മർദ്ദനം. തീർച്ചയായിട്ടും അടുത്ത ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പടമൂല് സംഭവം ഉണ്ടായി. നമ്മുടെ ഒരു കൂട്ടർ സുധീഷിന്, അയാൾ KL 38 വണ്ടി, അയാൾ ജോലി കഴിഞ്ഞ് രാത്രി 10:30 വന്നാണ്. ഒരു ഫോർച്യൂണർ വണ്ടി കരുതി അയാളെ മൃഗമായിട്ട് ഇടിച്ചാൽ 2 ദിവസം അണ്ടേഴ്സ് ഹോസ്പിറ്റലായിരുന്നു. പടമൂല് താമസിച്ചിൽ ആർസി ചേട്ടൻ്റെ മകൻ. ഇന്നലെ ഈ സംഭവം പറഞ്ഞത് ഇതൊക്കെ ഈ നാട്ടിൽ ഇത്ര സമാധാനമായിട്ട് പോകുമ്പോൾ ഇതേപോലെ ഇതൊരു മദ്യമൊന്നുമല്ല, ഒരു ഭയങ്കര ഡ്രഗ്സിൻ്റെ ഇതാണിത്. ഇവർക്ക് വലിയ മാഫികളായിരിക്കും. ഇവന്മാരൊക്കെ നേരിട്ടിറങ്ങി സാധാരണ ഇവിടെ ഈ പോലീസ് സ്റ്റേഷൻ പോലെ ഇവർക്കൊന്നും സാധിക്കില്ല. ഇവർക്കും ജീവൻ കുടുംബമായിട്ട് ജീവിക്കണമല്ലേ, ഇവർക്കൊന്നും ചിലപ്പോൾ പറ്റില്ലായിരിക്കും. ഇതിനൊക്കെ നമ്മൾ തന്നെ നേരിട്ട് ഇറങ്ങിയാലേ ഇവനൊക്കെ ഒതുക്കാൻ പറ്റുള്ളൂ. നാട്ടുകാർ ഇറങ്ങണം. ഇവനൊക്കെ ഇനി ഇവിടെ വച്ച് വാഴിക്കാൻ പറ്റില്ല. ഇവനൊക്കെ ഇതിന് സെല്ലിൻ്റെ ഉള്ളിലല്ലേ പൂട്ടിയിട്ടുണ്ട്, പുറത്തേക്ക് നാട്ടുകാരുടെ മുമ്പിൽ ഇറക്കിയിട്ടുണ്ട്. ഇവനൊക്കെ വികലാംഗനാക്കി വിടേണ്ടത്, ഇവൻ്റെ കയ്യോകൾ വെട്ടിക്കളണം. ഇവനൊക്കെ ജീവിക്കാൻ അനുവദിക്കുക. ഇവനൊക്കെ തവള എഴയമണി എഴയിക്കണം. അതാണ് ഈ നാട്ടിൽ വേണ്ടത്. കാണിക്കുന്ന പോലെ ചെയ്യണം. അത് തീർച്ചയായിട്ടും അറബി രാജ്യങ്ങളിലോട്ട് കാണിക്കണം. ഇവനൊക്കെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കരുത്. ഇവനൊക്കെ നാളെ ഇവൻ്റെ ആൾക്കാർ വന്ന് ഇവനെ പിന്നെയും കൊണ്ടുപോകില്ലേ? ഇതിൽ നാട്ടിൽ നടക്കുന്നത് സമാധാനമായിട്ട് ഇപ്പോൾ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. ഏത് രാഷ്ട്രീയമായാലും ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കൊണ്ടുവരല്ലേ ഇവർ. അതിനെതിരെ പ്രതികരിക്കാൻ നമ്മൾ നാട്ടുകാർ വേണം. നാട്ടുകാരെ കൊണ്ടേ പറ്റുള്ളൂ. അത് തന്നെ, നാട്ടുകാർ തന്നെ വേണം. അല്ലാണ്ട് ഒരു ആവശ്യമില്ലാത്തൊരു പണി. പിള്ളേർ എന്തൊരു സൈഡ് കൊടുത്തില്ല. നമ്മുടെ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഉണ്ടാ, ഒരു മര്യാദയില്ലേ? ആ ഇടി കണ്ടില്ലേ? എന്താ ഇടി ഇടിച്ചത്? നമ്മൾ കണ്ടത് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. വെറുതെ ഇടിക്കുമ്പോൾ ആക്ഷനായിട്ട് പറയുന്നത്. ഇതല്ല, ആ രീതിയിലെല്ലാം ചെയ്ത് ഒറിജിനലായിട്ട് ഒരു മാനസിക ഒരു പരിഗണന കൊടുക്കണ്ടേ? പിള്ളേരല്ലേ, ഇതിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോവാ. അത് നമ്മുടെ നാട്ടുകാർ കൂടിയല്ല. 2 ചീത്ത പറയാ, ഇനി മേലെ അങ്ങനെ കാണിക്കരുതെന്ന് പറയാ. അതല്ലല്ലോ, അതിലപ്പുറവന്മാർ കാണിച്ചത് വളരെ മോശമായ കാര്യമല്ലേ? വളരെ മോശമായി പോയി. പിള്ളേരാണ്, പിള്ളേർക്ക് ഇത്ര ഇതുണ്ടെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആർക്കും എന്തു ആവാ, തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ പാടില്ലേ? മനസ്സ് മരവിക്കുന്ന കാഴ്ചയായിരുന്നല്ലേ? പിന്നെ തീർച്ചയായിട്ടും എന്താന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ റിനിയെ കിടക്കേ, അതായത് തലയോട്ടിയിൽ ഇതില്ലേ സംഗതി ആ സീനൊന്നും ആലോചിച്ച് 10 ലക്ഷം രൂപ കെട്ടിവെക്കാൻ പറ്റണം. എന്നാലും രക്ഷപ്പെടുമെന്ന് വലിയ ഇതൊന്നുമില്ല. ആ സീനൊക്കെ ഒന്ന് ആലോചിച്ചു. എന്തെന്നാ ഒരു വണ്ടി ഒന്ന് ഒതുക്കാൻ ആ ഒരു പ്രശ്നമാണ്. അത് വളരെ മോശമായ രീതിയിലുള്ള വളരെ ഇത് തന്നെയാണ്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇവന്മാരൊക്കെ ഇല്ലേ, ശരിക്കും ഒരു ഇത് ചെയ്യണമെങ്കിൽ കോടതിയിൽ തന്നെ അപ്പം തന്നെ ഇല്ലേ തൂക്കി അങ്ങോട്ട് പോലും. തീർച്ചയായിട്ടും ഇന്ത്യ ഈ വ്യവസ്ഥയെ മാറ്റിയാലും ഇവിടെ രക്ഷപ്പെടുകയുള്ളൂ. കേരളം സമാധാനമായിട്ട് പോകണമല്ലേ? ഇവൻ്റെ വ്യവസ്ഥ തന്നെ മാറ്റിക്കൊള്ളണം, എന്നാലും ഇവിടെ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാണ്ട് നാളെ അവൻ കോടതിയിൽ അവന് പണം കെട്ടി വെച്ച് അവനെ ജാമ്യത്തിലേക്ക് കൊണ്ടുപോകും. മറ്റന്നവൻ ഇതിലും വലിയ അഭ്യാസം കാണിക്കും. ഇതല്ലേ നടക്കുന്നത്? അതിനപ്പുറത്തേക്കുള്ള നടക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഇവിടെ പാവപ്പെട്ട 1 രൂപ ഗതിയില്ലാത്തവൻ ആ സുനിയുടെ മോൻ, അവനാകെ കൂലിപ്പണി ജീവിക്കുകയാണ്. അവൻ റിട്ടയർ IC കൊടുക്കുകയാണ്. അവൻ ആര് രക്ഷിക്കും? ആര് പൈസ കൊടുക്കും?